പേരാമ്പ്ര വാളൂർ അനുവിൻ്റെ കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാന്റെ തെളിവെടുപ്പ് ഇന്നും തുടരും. യുവതിയെ തട്ടിക്കൊണ്ടുപോയ നൊച്ചാട്ടും കൊലപ്പെടുത്തിയ ഇടങ്ങളിലുമായിരിക്കും ഇന്ന് തെളിവെടുപ്പ് നടത്തുക. പ്രതി സമാനമായ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിനോജ് തോമസ് വിശദാംശങ്ങളുമായി. സിനോജ്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ് കുമാർ, ഞാൻ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ്. അതായത് നൊച്ചാട് വാളാടുള്ള ഈ കാണുന്ന കൈത്തോട്ടിലാണ് ഈ കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നത്. മുജീബിനെ ഇവിടെ എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 10 മണിക്ക് ശേഷം പ്രതിയുമായി ഇവിടെ എത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് ആളുകളാണ് ഈ പ്രതിയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. പോലീസ് വാഹനം അല്പസമയം മുൻപ് ഇതിൽ കടന്നുപോയപ്പോൾ വീണ്ടും ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിയെ ഇന്ന് കൊണ്ടുവരും എന്ന് കരുതിയാണ് നാട്ടുകാർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയ ദിവസം മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായി നിങ്ങൾ കാത്തിരിക്കുന്നു പ്രതിക്ക് വേണ്ടി ഇവിടെ. തീർച്ചയായിട്ടും കുറേ ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇതിനെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ ഇതുവരെ 9 ദിവസമായി മരിച്ചിട്ട്. ഇന്ന് ഇത്ര ദിവസമായിട്ടും പോലീസുകാരെ തെളിവെടുപ്പിന് കൊണ്ടുവരുകയും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതേമാതിരി തന്നെ ഇവൻ 57 കേസോളം ഉണ്ട്. 57 കേസ് ഉണ്ടായിട്ട് ഇവരിപ്പം തെളിവെടുപ്പും കഴിഞ്ഞ് ഇവരെ പരിപാടി കഴിഞ്ഞു. 57 കേസ് ഉണ്ടായിട്ട് ഇവൻ വീണ്ടും ജാമ്യത്തിലിറങ്ങിയിട്ടാണ് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ഇവൻ ചെയ്തു പോയിരുന്നത്. പക്ഷെ അതിന് തക്കതായ ശിക്ഷ, ഒരു കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ, അതായത് ഇവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. തീർത്തും ഗ്രാമപ്രദേശമാണല്ലോ, ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലല്ല നിങ്ങളൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് പോകുന്ന നാടും കൂടിയാണ് ഇത്. ഈ ഗ്രാമത്തിൽ അങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു വിഷയം ഇവിടെ കേട്ടിട്ടില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഇവിടെ നടന്നു പോകുന്നത്. നികേഷ് കുമാർ, കഴിഞ്ഞ 11-ാം തീയതി രാവിലെയാണ് സംഭവം നടക്കുന്നത്. അനുവിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി അതിവേഗം ഈ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് പ്രതി ബൈക്കിൽ വരികയും അനുവിന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റുകയും ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ബൈക്ക് നിർത്തുന്നു. അതിനുശേഷം അനുവിനെ ചവിട്ടി ഈ കൈത്തോട്ടിലേക്ക് ഇട്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ കലുങ്കാണ് ഇവിടെ കാണുന്നത്. ഈ കലുങ്കിനടിയിലേക്ക് കയറ്റി കൊലപാതകം നടത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നുപോയി എന്നാണ് പറയുന്നത്. പിന്നീട് പിറ്റേന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10-600 മീറ്റർ താഴെ വെച്ചാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കനാൽ തുറന്നപ്പോൾ വെള്ളം മൃതദേഹം താഴേക്ക് ഒഴുകി പോവുകയും ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ഇവിടെ നിന്ന് കടന്നു പോവുകയും മലപ്പുറം കൊണ്ടോട്ടിയിലെ വീട്ടിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. വീട് വളഞ്ഞ് കതക് പൊളിച്ച് പോലീസ് അകത്ത് കയറി പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇന്നലെ കൊണ്ടോട്ടിലെത്തിച്ച് ആ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മട്ടന്നൂരിൽ ഒരു ബൈക്ക് മോഷ്ടിച്ചാണ്, കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് പ്രതി ഇതുവഴി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നൊച്ചാട് വഴി വന്നത്. ആ സ്ഥലത്തും മിനിങ്ങാന്ന് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും നിർണായകമായ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ പ്രതി എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സിനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.